ഭയങ്കര ഗൗരവമുള്ള രണ്ട് വിഷയങ്ങൾ. ഇത് രണ്ടെണ്ണം ഞാൻ വേർതിരിച്ച് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഭയങ്കരമായിട്ട് ഇത് ക്ലബ്ബ് ചെയ്ത് നടക്കേണ്ട ആൾക്കാർ, മനസ്സിലായില്ലേ? ക്ലബ്ബ് ചെയ്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വേർതിരിച്ച് പറയുന്നത്. മനുഷ്യന് വരുന്ന ശാരീരികമായ രോഗങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച ചികിത്സ, അത് സബബാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ആ സബബുകളെ തേടാതെ അള്ളാഹു നിശ്ചയിച്ച ശിഫയായ റുഖിയയിലേക്ക് ആരും ഓടരുത്. ഞാൻ ഒന്നുകൂടി പറയാം, ക്ലിയർ ആകണം. അതിനാ നമുക്ക് വരുന്ന ഫിസിക്കൽ രോഗങ്ങൾക്ക്, ശാരീരികമായ രോഗങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച സബബുകളുണ്ട്. അത് സുഖമാകാൻ അള്ളാഹു നിശ്ചയിച്ച സബബുണ്ട്. ആ സബബിൻ്റെ പേരാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഏത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോയാലും ശരി, ഒരുപാട് ശാഖകളുണ്ടല്ലോ, ഏതിന് പോയാലും ശരി, അത് സബബാണ്. അത് തേടാതെ, അത് ചികിത്സയാണ് കേട്ടോ, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് തേടാതെ അള്ളാഹു നിശ്ചയിച്ച ശിഫയായ, ഇതെന്തല്ല, ചികിത്സയല്ല, ശിഫയായ റുഖിയ ശർഈയിലേക്ക് ഓടരുത് ആരും. കൃത്യമായിട്ട് മനസ്സിലാക്കണം, വേർതിരിച്ച് മനസ്സിലാക്കണം. കിട്ടാവുന്ന മുഴുവൻ ചികിത്സയും നടത്തണം. പക്ഷെ ഒരിക്കലും വിചാരിക്കരുത് ആ ചികിത്സയാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്ന്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന റുഖിയയിലേക്ക് പോകണം, റുഖിയ ശർഈയിലേക്ക് പോകണം. അതിൽ പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്, അത് ചെയ്യണം. അത് ചികിത്സയല്ല, അത് ഷിഫയാണ്. അത് ഷിഫയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ചികിത്സ പറഞ്ഞാൽ എന്താ? ഷിഫ എന്ന് പറഞ്ഞാൽ എന്താ? ഷിഫ എന്ന് പറഞ്ഞാൽ ചികിത്സ നൽകുന്ന ഔട്ട്പുട്ടിന്റെ പേരാണ്, അല്ലേ? ഷിഫ. ചികിത്സിച്ചാൽ കിട്ടുന്ന ഫലത്തിന്റെ പേരാണ് എന്ത്? ഷിഫ. റുഖിയകളെ കൊണ്ട് കിട്ടുക എന്താ? ഷിഫയാണ്. അതെന്തല്ല? ചികിത്സ. ആരും റുഖിയകളെ ചികിത്സ എന്ന നിലക്ക് സമീപിക്കരുത്. അത് ഷിഫയാണ്, ഷിഫയാണ്. ഖുർആന്റെ വാക്ക് അതാണ്, ഷിഫാഉൻ ലിമാ ഫിസ് സുദൂർ, അല്ലേ? ഷിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഷിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ എന്തല്ല? ഇലാജുൻ എന്നല്ല. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? ഭയങ്കരമായിട്ട് ഇതിങ്ങനെ കൂട്ടിക്കലർന്നിട്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ഇത് കൂട്ടിക്കലരേണ്ട കാര്യമല്ല, വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സബബുകളെ നാം തെറ്റിക്കരുത്, ധിക്കരിക്കരുത്, അതിനെ പരിഗണിക്കാതിരിക്കരുത്. കാരണം അത് അള്ളാഹു ഭൂമിയിൽ ഉണ്ടാക്കിയതാണ്, അള്ളാഹു ഭൂമിയിൽ ഉണ്ടാക്കിയ സബബാണ്. ആ സബബിനെ തേടുന്നുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കും. അതോടൊപ്പം ആ സബബുകളെ ആശ്രയിക്കരുത്, ആ സബബുകളെ ആസ്പദിക്കരുത്, ആ സബബുകളെ ആസ്പദമാക്കരുത്, ആ സബബുകളെ തവക്കുൽ ചെയ്യരുത്. അതും അള്ളാഹു പരിശോധിക്കും. രണ്ടെണ്ണം ക്ലിയർ ആണല്ലോ അല്ലേ?